ഹായ് ഹലോ മൈത്തോരു മുമ്പയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ പപ്പ ഇങ്ങനെ മദ്യം കഴിക്കുന്നതിന് എതിരായി അലീനയ്ക്ക് വല്ലാതെ ദേഷ്യമുണ്ട്. അങ്ങനെ ഏറെക്കുറെ അവൾ പറഞ്ഞു നോക്കുന്നുണ്ട്. മദ്യപിച്ച് പപ്പ പറഞ്ഞ കാര്യങ്ങളുടെ ചങ്ക് പൊട്ടിപ്പോവാണ് അലീനയ്ക്ക്. തൻ്റെ പപ്പ ഒരുപാട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും പുറമേ കാണുന്ന ഗൗരവം പോലെയല്ല, ഉള്ളുകൊണ്ട് ആള് തനി ശുദ്ധയാണെന്നും അവൾ തിരിച്ചറിയാണ്. 22 വർഷക്കാലം എൻ്റെ മകൾ ഒരു അനാഥയായി ജീവിച്ചതോർത്ത് സ്റ്റാലിൻ മദ്യം കഴിച്ചിട്ടാണെങ്കിലും അതെല്ലാം തുറന്ന് പറയുന്ന ആ ഒരു രംഗം വരുന്നുണ്ട്. അത് കേട്ടതോടുകൂടെ അലീനയ്ക്ക് സ്റ്റാലിൻ എന്താണെന്ന കാര്യം മനസ്സിലാവാണ്. മനസ്സിൽ ഒരുപാട് മുറിവുകളുണ്ട്, അതുണങ്ങാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ മദ്യപിക്കുന്നെന്ന് അവളോട് ഔതിക്കുട്ടി ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് അലീനയും മനുവും ഫോൺ സംഭാഷണം. അങ്ങനെ മനു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമൽ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. കമലെ കണ്ടതും ഞാൻ പിന്നെ വിളിക്കാം അലീനെ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്യാണ്. ആ സമയം കമല ചോദിക്കും, എന്താടാ എന്നെ കണ്ടപ്പോൾ നീ ഫോൺ കട്ട് ചെയ്തത്? ആ, അമ്മയെ കണ്ടുകൊണ്ടല്ല, കുറച്ച് സമയമായി സംസാരിക്കുന്നത്, പിന്നീട് വിളിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ആ, നിനക്കറിയാം അവൾ എവിടെയാണെന്ന്. അവൾ എവിടെ പോയാലും നിന്നെ വിളിക്കാതിരിക്കില്ല. കാരണം പുളിങ്കൊമ്പിലല്ലേ അവൾ പിടിച്ചത്. അമ്മേ, അലീനക്ക് അങ്ങനെ ഒരു ചിന്ത പോലില്ല. ഞാനാണ് അവളെ വിടാതെ പിന്തുടരുന്നത്. ഓ, ആ പൂതിങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മനു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും അലീനെ വിവാഹം കഴിക്കാൻ ഈ കമല സമ്മതിക്കില്ല. അതിന് അമ്മയുടെ സമ്മതം ആര് ചോദിച്ചു എന്ന് തന്നെ മനു മുഖത്തു നോക്കി പറയുന്നുണ്ട്. അവൾക്കൊരു സർപ്രൈസ് കൊടുത്താലോ? അലീനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അവളുടെ ബർത്ത്ഡേയിലേ വരാൻ പോകുന്നത്. ആ ബർത്ത്ഡേ ദിവസം തന്നെ അവൾക്കൊരു ഉഗ്രൻ സർപ്രൈസ് കൊടുക്കണം. ഇങ്ങനെ മനു ഓരോന്ന് ആലോചിച്ച ശേഷം ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ആ മനുവോ, നീയൊക്കെ ഉണ്ടോ? നീ എന്താ ഇപ്പം എന്നെ വിളിക്കാത്തത്? ഏയ് അങ്കിള് തിരക്കാവെന്ന് കരുതിയിട്ടാ. ഞാനോ? എന്നാലും നീ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. അലീന പോയതിൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. ആര് പറഞ്ഞെങ്കിൽ ജോലി തിരക്കുണ്ട്. ആ, ഇപ്പം എന്താ നീ വിളിച്ചത്? ഞാൻ കുളത്തുപുഴയിലേക്കൊന്ന് പോയാലോ? എന്തിനി? ആ സ്റ്റാലിൻ ജോസഫ് നിന്നെ അവിടെ ഇട്ട് തല്ലാനോ? ഏയ് അങ്ങനെയില്ല, എനിക്ക് അലീനെ കാണുന്നുണ്ട്. അയാൾക്കത് ഇഷ്ടപ്പെടുവോ മനുവോ? പക്ഷേ എനിക്ക് അലീനെ കാണണം. പ്ലീസ്, എവിടെയാണ് ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാമോ? ആ, അതൊക്കെ ശരി, പക്ഷെ അലീനയുടെ സമ്മതം ചോദിച്ചിട്ട് വേണം അവിടേക്ക് പോവാൻ. അവൾ എതിർപ്പ് പറയുകയാണെങ്കിൽ നീ അവിടേക്ക് പോകരുത്. ഇല്ലെങ്കിലേ സത്യമായിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും കുളത്തുപോയിലെ സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവും തോട്ടവും ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനയോട് പറയണോ? അവളുടെ സമ്മതം ചോദിച്ചിട്ട് പോയാൽ പിന്നെ അവൾ എങ്ങനെ ഇത് സർപ്രൈസ് ആയിട്ട് എടുക്കും? തൽക്കാലം വേണ്ട. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മോശം നമുക്ക് എന്തെങ്കിലും നേരിടേണ്ടി വന്നാൽ അതങ്ങ് സഹിച്ചേക്കാം. അലീനെ കാണാനല്ലേ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനു രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട്. ആ സമയം മനുവിൻ്റെ അടുക്കിലേക്ക് വന്ന് കമല ചോദിക്കും, നീ ഇതെവിടെയാ രാവിലെ തന്നെ പോകുന്നത്? എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകണ്ടേ? ജോലി സ്ഥലത്തേക്ക് നീ ഇപ്പോൾ വീട്ടിലിരുന്നാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആ, ഇത്രയും ദിവസം വീട്ടിലായിരുന്നു, ഇനി എനിക്ക് പോവണം എന്ന് പറഞ്ഞുകൊണ്ട് മനു പോവാണ് കേട്ടോ. അവൻ്റെ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്ന് കമലയ്ക്ക് തോന്നുന്നുണ്ട്. അവളെ കാണാൻ ഓടിക്കിതച്ച് പോവുമായിരിക്കും. ഇന്നലെ അവളോട് കൊഞ്ചുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ അവൻ ഇന്ന് അങ്ങോട്ട് പോകുമെന്ന്. അങ്ങനെ കമല മനു പോകുന്നത് നോക്കി നിൽക്കണം. അതിനുശേഷം കുളത്ത് പോയി ലക്ഷ്യമാക്കിക്കൊണ്ട് പോവാണ് മനു. അങ്ങനെ 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ വലിയൊരു വീട്. അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗി. മനുവിന് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ചുറ്റും നായ്ക്കളാ. അവൻ്റെ കാറ് കണ്ടതും നായ്ക്കൾ ഓടി വരുന്നുണ്ട്. അവൻ കാറിൽ നിന്നിറങ്ങാതെ അവിടെ തന്നെ നിൽക്കുക. ആ സമയം ആൻ്റപ്പം കാറിനരികിലേക്ക് വന്ന് നായ്ക്കളെ വകഞ്ഞു മാറ്റി നായ്ക്കളോട് പോവാൻ വേണ്ടി പറയാണ്. കാറിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ. ആരെ കാണാനാ വന്നത്? ഞാൻ വന്നത് പാലയിൽ നിന്നാണ്. ഓ, പാലയിൽ നിന്നോ? അലീന കൊച്ചിനെ കാണാൻ വന്നതാണോ? അതേ എന്ന് മനു പറയുന്നുണ്ട്. ദേ വരൂ എന്ന് പറയാട്ടോ. അങ്ങനെ അലീനയോട് പോയിട്ട് ആൻ്റപ്പം പറയും, മോളെ, നിന്നെ കാണാൻ പാലയിൽ നിന്ന് ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്. പാലയിൽ നിന്നോ? അതാരാ എന്ന് കരുതി അത്ഭുതത്തോടെ അലീന സിറ്റൗട്ടിലേക്ക് ഓടി വരികയാണ്. മനു കാറിൽ നിന്നിറങ്ങുന്നത് കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാണ്. മനുവേട്ടാ എന്ന് വിളിച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു മനുവിൻ്റെ അരികിലേക്ക്. ഓതിക്കുട്ടിച്ചേനും വന്ന് അലീനയുടെ പുറകെ തന്നെ അലീനെ കാണാൻ ആരപ്പോൾ പാലിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മനുവേട്ടാ, ഇത് വലിയ സർപ്രൈസ് ആയല്ലോ. എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ആ, സർപ്രൈസ് തരാൻ തന്നെയാ പറയാതെ വന്നത്. എന്നാലും ഇതെങ്ങനെ കണ്ടുപിടിച്ചു?
ബാലചന്ദ്രനെങ്കിലേ എനിക്ക് വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് എല്ലാം എന്നോട് വിശേഷം ചോദിച്ചാൽ മതിയോ? എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, മനുവേട്ടൻ വാ. അങ്ങനെ അലീന അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഔദിക്കുടിച്ചതിനെ പരിചയപ്പെടുത്താം, ഇതെൻ്റെ വല്യപ്പച്ചൻ. ഇത് പാലയിൽ നിന്ന് അങ്കിളിൻ്റെ മകനാ മനു. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഓതിക്കുടിച്ചയൻ അതും പറഞ്ഞോണ്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. വല്യപ്പച്ചന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മനു പറയും, അങ്ങനെയൊന്നുമല്ല, അത് അങ്ങനെയല്ലേ ആ ഓരോരോ കാര്യങ്ങളുടെ കിടപ്പ്, അതുകൊണ്ടാ. മനുവേട്ടൻ വാ, കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ജ്വല്ലറിയുടെ ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇതെന്താ മനുവേട്ടാ എന്ന് അവൾ ആകാംക്ഷയോടെ ചോദിക്കണേ. ഓതിക്കുട്ടിച്ചൻ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. നിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നത്. അത് നിനക്ക് ഒരു സർപ്രൈസ് തരാനായിട്ട്. അങ്ങനെ ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു മോതിരമായിരിക്കും കേട്ടോ. മനുവേട്ടാ, എനിക്ക് വലിയ സന്തോഷമായി. ഈ ഗിഫ്റ്റിൻ്റെ വിലയോ അതിൻ്റെ തൂക്കമൊന്നുമല്ല എന്നെ സന്തോഷിപ്പിച്ചത്. എൻ്റെ ബർത്ത്ഡേ എങ്ങനെയെങ്കിലും അറിഞ്ഞ് ഓർമ്മ വെച്ച് എനിക്ക് വന്നൊരു ചെറിയ സമ്മാനം തരാൻ മനുവേട്ടന് തോന്നിയില്ലേ, അതുകൊണ്ടാണ് എന്നവൾ പറയുന്നുണ്ട്. അങ്ങനെ മനു പോവാൻ നേരത്ത് സ്റ്റാലിൻ ജോസഫ് കയറി വരുന്നുണ്ട്. മനുവിനെ കണ്ടതും സ്റ്റാലിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മനു ആരാന്ന് അലിനോട് ചോദിക്കുമ്പോൾ അത് പാലായിൽ നിന്ന് അങ്കിളിൻ്റെ മകനാണെന്ന് പറയണേ. അങ്കിളിൻ്റെ മകനെന്ന് കരുതുക ശിവശങ്കരൻ മേനോൻ്റെ മകനാണെന്ന് മനു പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് എല്ലാ ബന്ധങ്ങളും വേണ്ടെന്ന് അലീന ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഓരോരുത്തരെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? മനുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറച്ചിൽ. അത് പിന്നെ പപ്പ, ഞാൻ അവിടേക്ക് വരാൻ കാരണം ഓർഫനേജിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതും മനുവേട്ടനും മുത്തശ്ശനും കൂടെയാണ്. ആ ഒരു കടപ്പാടും നന്ദിയും എനിക്ക് എന്നുണ്ട്. എപ്പോഴും എനിക്കൊരു രക്ഷിക്കാനായിട്ട് ഉള്ളത് ഈ മനുവേട്ടനായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനി അവിടെ വീട്ടുജോലി നിർത്തി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഇവളെ കാണാനെന്ന് പറഞ്ഞ് പാലയിൽ നിന്ന് ഒരുത്തരും വരുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറഞ്ഞേക്കാം. മനുവിന് വലിയ സങ്കടമായെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീനയ്ക്കരികിൽ വന്ന് പോട്ടെ, ഇപ്പത്തിന് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് പോവാണ്. അവൻ പോകുന്നതും സങ്കടത്തോടെ നോക്കി നിൽക്കാം. പപ്പ, ഇത് തീരെ വളരെ മോശമായിപ്പോയി. തീരെ ശരിയായില്ല. എന്ത് ശരിയായില്ലെന്ന്? എൻ്റെ മോളെ ഒരാൾ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല, അതും ചെറുപ്പക്കാരനായ ഒരാൾ. എന്നാലും പപ്പ, ഇത് മനുവേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല. അങ്ങനെ അലീന പറയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കേണ്ട. ഇനി ഇങ്ങനെ ഓരോരുത്തരെയും ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനു അവിടുന്ന് പോവാണ്. സ്റ്റാലിൻ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ വല്യപ്പച്ചൻ്റെ അരികിൽ വന്ന് അലീന സങ്കടം പറയുന്നുണ്ട്. മോളെ, അവനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഒഴിവാക്കിയേക്ക്. നിന്നെ ഒരു രാജകുമാരിയെ പോലെ നിന്റെ വിവാഹം നടത്തണമെന്ന നിന്റെ അപ്പൻ്റെ ഒരു ആഗ്രഹം, അത് നീ സാധിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ അവനക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിലൊന്നും നീ ചെന്ന് ചാടരുത്. വല്യപ്പച്ചനും എന്നെ കഴിയൊഴിയാണോ? പിന്നെ ഞാൻ എന്താ വേണ്ടത് മോളെ? എൻ്റെ മകൻ്റെ ഭാഗത്തല്ലേ എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂ. ഇത് ശരിയല്ല. പാലയിലുമായിട്ട് ആരുമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ഉറപ്പ്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞാനും അങ്ങനെ തീരുമാനിച്ചത്. വല്യപ്പച്ചനും അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അലീന ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. മനുവിൻ്റെ ഫോണിലേക്ക് 1-2 തവണ വിളിച്ചെങ്കിലും കോൾ പോകുന്നില്ല കേട്ടോ. വളരെ സങ്കടത്തോടെ അലീന നോക്കി നിൽക്കായിരിക്കും വല്യപ്പച്ച. ആ സമയം തന്നെ അപ്പച്ചനോട് പറയുന്നുണ്ട് സ്റ്റാലിൻ, എത്രയും പെട്ടെന്ന് അലീനയ്ക്കൊരു നല്ലൊരു ബന്ധം കണ്ടെത്തണം. അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. വിവാഹം കഴിഞ്ഞാലും അവൾ എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതുപോലെ ഒരാളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഒരു രാജകുമാരിയെ പോലെ അവൾ കഴിയണം. എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി 22 വർഷം ഒരു അനാഥത്തിൽ ജീവിച്ചെന്നതുപോലും ആർക്കും തോന്നാൻ പാടില്ല. എൻ്റെ പ്രിൻസസിനെ എനിക്ക് നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും നല്ല ആലോചന വരുമോ നമുക്ക് നോക്കാം. എനിക്കും പരിചയമുള്ളവരൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അലീനയുടെ വിവാഹം ഇങ്ങനെ തകൃതിയായിട്ട് വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. 1-2 പേര് അലീനയെ കാണാനായിട്ട് വരുമ്പോൾ അലീനെ എതിർക്കുന്നുണ്ട്. എനിക്ക് വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു. എനിക്ക് എൻ്റെ പപ്പയുടെ കൂടെ കുറച്ച് കാലം ജീവിക്കണം. എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു പോകാനാണെങ്കിൽ എനിക്കെന്തിനാ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടല്ല. നീ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന മുമ്പേ നിനക്കൊരു വിവാഹാലോചന, അത്രയേ ഉള്ളൂ. ഈ പപ്പയുടെ ഞാൻ എന്തായാലും അബദ്ധത്തിൽ നിന്ന് ചെന്ന് ചാടില്ല. മനുവേട്ടനാണോ പേടിക്കുന്നത്? മനുവേട്ടനോട് എനിക്ക് ഇഷ്ടമാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആളോട് എനിക്ക് ബഹുമാനവും സ്നേഹമൊക്കെയാണ്. വിവാഹം കഴിക്കുകയാണെങ്കിൽ അതുപോലെ ഒരാളെ കഴിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് പപ്പ. അലീന തൻ്റെ വശം തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ പാലയിൽക്കാരുമായിട്ട് യാതൊരു ബന്ധം നമുക്കുണ്ടാവില്ല. ആ കാലത്തോളം മനുവിനെ പോലെ ഒരാളല്ല വേണ്ടത്.
തുച്ഛമായ സാലറിയെ അവൻക്കുള്ളൂ. അതൊന്നും നിന്നെ കെട്ടുന്നവൻക്ക് പറ്റില്ല. നല്ല സാലറി വേണം. അങ്ങനെ ഒരാളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കൂ ഈ സ്റ്റാലിൻ ജോസഫ്. ഇത് കേട്ടതോ ആകെ സങ്കടത്തോടെ അലീന അവിടുന്ന് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ വിളിക്കുമ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന അവളെയാണ് കാണുന്നത്. എന്താ മോളെ, എന്താ പറ്റിയത് നിനക്ക്? നിനക്ക് നിന്റെ പപ്പ നിന്നെ വഴക്ക് പറഞ്ഞോ? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും അല്ല അച്ഛാ, മനുവേട്ടൻ വന്നിരുന്നു. ആ, അവൻ എന്നോട് ഇന്നലെ അവിടുത്തെ സ്ഥലവും എവിടെയാണ് ലൊക്കേഷനൊക്കെ ചോദിച്ച് മനസ്സിലായിരുന്നു. എന്നിട്ട് നിന്റെ സ്റ്റാലിൻ പാപ്പ എന്തെങ്കിലും പറഞ്ഞോ? പറയുക മാത്രമല്ല, വളരെ വിഷമത്തോടെയാ ഇവിടുന്ന് പോയത്. ഇപ്പോൾ എനിക്ക് വേണ്ടി വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? ഒന്ന് രണ്ട് പേര് ദേ കണ്ടിട്ട് പോവുകയും ചെയ്തു. എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാനതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം ഒരു ദിവസം. അങ്ങനെ ബാലചന്ദ്രൻ അധികം വൈകാതെ സ്റ്റാലിനെ കാണാൻ വരുന്നുണ്ട്. ഒരു വിവാഹ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പാലൈക്കാരുമായിട്ട് ഒരു ബന്ധവും എൻ്റെ മകൾക്കുണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിച്ച് അങ്ങോട്ട് വരാൻ വേണ്ട. മനു അവളെ ഒരു അനാഥയായിരിക്കുമ്പോൾ തന്നെ, ഒരു അനാഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനു അവളെ സ്നേഹിച്ചതാണ്. ആ മനുവിന് ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അതൊക്കെ അറിയാം. പക്ഷേ മനുവിന് എന്ത് സാലറി ഉണ്ട്? അവൻ്റെ സാലറിയൊന്നും ഇവൾക്ക് ഓരോ അനാഥയത്തിൽ കൊടുക്കാൻ തികയില്ലല്ലോ. പിന്നെ അത്തരത്തിലുള്ള ഒരാളെ കൊണ്ട് ഞാൻ എങ്ങനെ വിവാഹം കഴിപ്പിക്കും? പാലയിലുള്ള വൈജയന്തിയുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധം എൻ്റെ മകൾക്ക് വേണ്ട. അതുതന്നെയാണ് എൻ്റെ തീരുമാനം. നിങ്ങൾ പപ്പയും അച്ഛനും പറയുന്ന ആരെയും ഞാൻ വിവാഹം കഴിക്കുന്നില്ല. ഞാൻ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിന്നോളാം. അല്ലെങ്കിൽ ആർക്കാ ഇപ്പോൾ വിവാഹം? എനിക്ക് വിവാഹം വേണ്ട. എനിക്കെന്നും ഇങ്ങനെ കഴിയുന്നതാ ഇഷ്ടം എന്ന് അലീന പറയുന്നുണ്ട്. അതിപ്പോൾ നല്ല തീരുമാനമാണല്ലോ. എന്നാലും മോളെ, എന്തെങ്കിലും വിവാഹം, കുട്ടികൾ ഒക്കെ നിനക്കും വേണ്ടേ? അതിനെന്തിനാ വിവാഹം കഴിക്കുന്നത്? പ്രീത മമ്മി വിവാഹം കഴിച്ചിട്ട് കുട്ടികളുണ്ടോ? ഒരുപാട് കുട്ടികളുടെ അമ്മയല്ലേ. അതുപോലെ സ്നേഹനികേതനം ഏറ്റെടുത്ത് നടത്തിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓ, നല്ല തീരുമാനം. എന്തായാലും ഇവൾ എന്തൊക്കെ ചെയ്താലും ആ അനാഥാലയത്തെ വിട്ട് ഇവൾ ഇങ്ങോട്ട് വരില്ല എന്നും ബാലചന്ദ്രനോടായിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ കാര്യം സംസാരിച്ചിട്ട് സ്റ്റാലിനും ബാലചന്ദ്രനും ഒരു മുഷിച്ചിലുണ്ടാവുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ നിരാശയോടെയാണ് തിരിച്ചു പോകുന്നത്. അച്ഛൻ വന്ന് വളരെ നിരാശയോടുകൂടെ പോയത് എന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ അലീനക്ക് വലിയ സങ്കടമാവുന്നുണ്ട്. മനുവേട്ടനാണെങ്കിലോ താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്ത് പറ്റിയാവോ? അങ്ങനെയൊക്കെ ആലോചിച്ച് അലീനക്കും വലിയ സങ്കടമാവാണ്. അങ്ങനെ അലീനയുടെ വിവാഹം നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയം അലീന പപ്പയോട് എതിർത്ത് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ വിവാഹം നടത്തരുത് പപ്പ. 22 വർഷം ഒരു അനാഥ പോലെ ജീവിച്ച എനിക്ക് ഇത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാണ്. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാതെ അവരെന്നെ എങ്ങനെ അറിയും ഞാൻ ഒരു അനാഥയാണ്? പപ്പക്ക് അവരോട് പറയാൻ പറ്റുമോ പൂർവ്വ കാമുകിയിലുണ്ടായ മകളാണ് ഞാനെന്ന്? അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ അവർ എന്തുകൊണ്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരുന്നത്? ഒന്നല്ലെങ്കിൽ പപ്പയുടെ സ്വത്ത് കണ്ടിട്ട്, അല്ലാതെ മറ്റൊരു ലക്ഷ്യം അവർക്കുണ്ടാവില്ല. അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയാവുന്ന കുടുംബമാണ്. എങ്ങനെയൊക്കെയായാലും എനിക്ക് കുറച്ച് കാലം പപ്പയുടെ കൂടെ ഇതുപോലെ ഉണ്ടാവണം. അങ്ങനെ വീണ്ടും മനു അലീനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ സമയം കുറച്ച് മോശമായിട്ട് തന്നെ സ്റ്റാലിൻ അവനെ പ്രതികരിക്കാണ്. അവനെ പിടിച്ചുകൊണ്ടുപോയി അവനോട് പറയുന്നുണ്ട് ഭീഷണി സ്വരത്തിൽ, എൻ്റെ മോളെ കാണാൻ ഇങ്ങോട്ട് വരരുത്. ആ സമയം തന്നെ അലീന പറയും, പപ്പയുടെ അമ്മയുടെ കാര്യത്തിൽ നിങ്ങളുടെ വീട്ടുകാരും ഇതേ തീരുമാനമല്ലേ എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എത്ര വേദനിച്ചു. അതുപോലെ തന്നെ ആ പാവം മനുവേട്ടനോട് എന്തിനാ പപ്പ ഇങ്ങനെ ചെയ്തത്? ആ, അത് ഞാൻ നിൻ്റെ അച്ഛനാണ്. അന്ന് എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞങ്ങളുടെ നല്ലതിനായിരിക്കാം. അതേപോലെ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അങ്ങനെ അലീന സങ്കടത്തോടെ നിൽക്കാട്ടോ. സ്റ്റാലിൻ ജോസഫിൻ്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ താൻ ഇവിടെ നിൽക്കുന്നത്? മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ മദ്യപാനത്തിന് വല്ല കുറവുണ്ടോ? ഇല്ലല്ലോ. വീണ്ടും സ്റ്റാലിൻ ഇങ്ങനെ റൂമിൽ കയറി വാതിലടച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലീന ഇനി ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തനിക്ക് ഒരു വിലയും തരാത്ത ഈ വീട്ടിൽ ഞാനെന്തിനാ നിൽക്കുന്നത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ബാഗിൽ തൻ്റെ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് അവൾ സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവ് വിട്ടിറങ്ങാണ്. സ്റ്റാലിനോ ഓതിക്കുട്ടിച്ചേനോ ബൈജുവോ ആരും തന്നെ ഇത് കാണുന്നില്ല കേട്ടോ അലീന പോകുന്നത്. അങ്ങനെ അലീന ആണെങ്കിൽ ഒരുപാട് ദൂരം നടക്കുമ്പോൾ ബസ് പെട്ടുന്ന സ്ഥലം എത്തുന്നുണ്ട്. അവിടുന്ന് ബസ് കയറി അവൾ എങ്ങോട്ടൊന്നില്ലാതെ പോവാണ്. രേവതിക്കുട്ടിയുടെ മുഖം ഓർമ്മയിലേക്ക് വരുമ്പോൾ രേവതിക്കുട്ടിയുടെ കരികിലേക്ക് തന്നെ പോവാം. എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റാലിനാണെങ്കിലോ അതികുട്ടിച്ച സ്റ്റാലിനോട് വന്ന് ചോദിക്കും, മോനെ അലീനയെ കണ്ടോ?
ഇല്ലല്ലോ, അവളുണ്ടാവും കഥ കടച്ച് റൂമിലിരിക്കുന്നത്. അങ്ങനെ അവിടെ കരച്ചു പൊറുക്കെങ്കിലും അലീനയെ കാണുന്നില്ല. അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരിക്കും. അവൾ പിണങ്ങിപ്പോയതായിരിക്കും. നീ അവളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ, ഞാൻ അവളോട് പറഞ്ഞാൽ എന്താ കുഴപ്പം അപ്പച്ച? അവൾ എൻ്റെ മകളല്ലേ, എനിക്ക് പറയാനുള്ള അവകാശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മോൾ എവിടെ പോയെന്ന് കരുതിയാൽ നമ്മൾ അന്വേഷിക്കുക. അവൾ ആ പാലക്കാരൻ്റെ വീട്ടിലുണ്ടാവും. അത് നീ ആ ബാലചന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അലീന അവിടെ എത്തിയിട്ടില്ലെന്ന് മറുപടിയാണ്. അവളുടെ ഒരു കൂട്ടുകാരുണ്ട് അവളുടെ കൂടെ ഓർഫനേജിലുണ്ടായിരുന്ന രേവതി കുട്ടി. അവിടെ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. മാമച്ചൻ്റെയും ഗ്രേസാമ്മയുടെയും വീട്ടിലാണെന്ന കാര്യം സ്റ്റാലിന് മനസ്സിലാവാണ്. മാമച്ചനും ഗ്രേസാമ്മയും ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. രേവതിക്കുട്ടിയെന്നും ഷെറിനെ ആദ്യം വിവാഹം നിശ്ചയിച്ച വീട്ടുകാരാണെന്ന കാര്യവും സ്റ്റാലിന് മനസ്സിലായിരുന്നു. അയാൾ കാറുമെടുത്ത് നേരെ രേവതിക്കുട്ടി ഉള്ള ആ മാമച്ചൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ അലീന ഉണ്ടായിരുന്നു. അലീന ഒരു കുറുമ്പോടെ അകത്തേക്ക് പോവാ. നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്തിനാ ഈ പപ്പയെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാണോ എന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്. പപ്പയല്ലേ എന്നെ തോൽപ്പിച്ചത്. പപ്പയോട് മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് പപ്പ ഇന്ന് എത്ര പെഗ്ഗടിച്ചു. എത്ര സമയം പപ്പ റൂമിൽ കയറിയിരുന്നതൊക്കെ എനിക്കറിയാം. ആര് പറഞ്ഞു ഞാൻ മദ്യം കഴിക്കാണെന്ന്? എനിക്കറിയാലോ, കഥ കടിച്ച് അതാണ് പണിയെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞോ ഒരു തുള്ളി മദ്യം കൈക്കൊണ്ട് തോട്ടിട്ടില്ല എന്ന്? അപ്പോൾ സത്യമാണോ എന്ന മട്ടിൽ നോക്കാട്ടോ. എത്ര മദ്യം കഴിച്ചാലും പപ്പയ്ക്ക് യാതൊരു കുലുക്കം ഉണ്ടാവലില്ല. പക്ഷേ ഇന്ന് പറഞ്ഞത് സത്യമാണെന്നാ എൻ്റെ ഒരു തോന്നൽ. അപ്പോഴേക്കും രേവതിക്കുട്ടി അച്ഛൻ്റെയും മകളുടെയും പിണക്കം മാറ്റാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അച്ഛനോടും മകളോടും എന്തായാലും ഈ സ്റ്റാലിൻ പപ്പ ഒരു പ്രോമിസ് തരണം, ഇനി മദ്യം കൈക്കൊണ്ട് തൊടില്ലെന്ന്. ഡെയിലി ഒരെണ്ണാവാം, അതിലപ്പുറം ഇനി കുടിക്കില്ല എന്ന്. കുറേശ്ശെയായിട്ട് കുറച്ച് കൊണ്ടാൽ മതി. അതിവൾ പറയുന്ന പോലെ ഒന്നല്ല രേവതിക്കുട്ടി, ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ സ്റ്റാലിൻ്റെ ആ കുറുമ്പും ഇതെല്ലാം കാണുമ്പോൾ ചിരി വരാട്ടോ അലീനക്ക്. അങ്ങനെ പപ്പയും മോളും വീണ്ടും തന്നെ ഒന്നായി തിരികെ വീട്ടിലേക്ക് വരാണ്. ആ ഒരു സമയത്ത് അവർ രണ്ടുപേരും കാറിൽ വരുന്ന സമയത്ത് അവർ രണ്ടുപേരും അലീനയെ കാണുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഇവളെന്താ ഇവിടെ എന്ന് കരുതിക്കൊണ്ട് നോക്കുക. ഒരു ടൂറിസ്റ്റ് ടൂറ് വന്നതായിരിക്കാം വൈജയന്തി. അപ്പോഴാണ് പപ്പയെയും മകളെയും ഒരുമിച്ച് കാണുന്നത്. അലീനയെ കാണുമ്പോൾ സ്റ്റാലിൻ്റെ മുഖം വ്യക്തമായിട്ട് കാണുന്നില്ല. ഓ, പുതിയ മുതലാളിയുടെ കൂടെ അവൾ കറങ്ങുന്നതാ പണി. ഇതുതന്നെയാ അവൾക്ക് അവിടെയും ഏർപ്പാട് എന്ന് പുച്ഛത്തോടെ അലീനയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. സ്റ്റാലിനെ കാണുന്നത് ബബിതയുടെ കൂടെയാട്ടോ. ആ ഒരു അടിപൊളി എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.